പോയി. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. തൽക്കാലം അവൻ അവിടെ ഇരിക്കട്ടെ. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് കാലമായി. ക്യാൻ ഗോ ഡൗൺ. സോ എൻ്റെ കാറിൻ്റെ ഒരു പ്രത്യേകത BMW പറയുന്ന പോലെ 2 തവണ പുള്ളി ചെയ്താൽ പോരാ. 2 തവണ പുള്ളിയ ശേഷം ഒന്ന് ബോണറ്റ് ഒന്ന് വലിച്ച ശേഷം വീണ്ടും ഒന്നുകൂടെ ആക്കിയാലേ അവൻ തുറക്കൂ. എക്സ്ട്രാ സേഫ്റ്റി. യെസ്, എലികളെ ആരും കാണുന്നില്ല. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. രാവിലെ എണീറ്റത് കുറച്ച് ലൈറ്റ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എയർ ഫിൽറ്റർ. ഈ ഒരു ഫുൾ ഹൗസിനകത്ത് സാധനം ഇരിക്കുന്നത്. അധികം കഥ പറയാതെ ഞാൻ സ്ട്രേറ്റ് പരിപാടികളാണ്. ഫസ്റ്റ് ഈ ഒരു ക്ലിപ്പ് ഇളക്കി വിടുക. ഇതും വിടുക. ഇതൊക്കെ ഇളക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം, ചിലപ്പോൾ ഈ അതിനെ റബ്ബർ ഗവൺമെൻറ്റ്സ് എന്നാണ്, ഗവൺമെൻറ് ഇളകി വരും. ഇളകി വരുന്നതൊരു പ്രശ്നമല്ല, പക്ഷേ ചിലപ്പോൾ ഇളകി ലൂസായിട്ട് അതങ്ങ് താഴെ പോകും. പല പ്രാവശ്യം എനിക്ക് പറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് തിങ്, ഈ ക്ലിപ്സ് ഇളക്കുക. ക്ലിപ്സ് ഇച്ചിരി നൊട്ടോറിയസ് ആണ്. കാരണം മുമ്പൊരിക്കൽ ഞാനിത് ഇങ്ങനെ ഇളക്കി ഇതിൽ തന്നെ ഇങ്ങനെ വെച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഏജായ വണ്ടിയല്ലേ, ക്ലിപ്സൊക്കെ പല പ്രാവശ്യം എയർ ഫിൽറ്റർ മാറ്റാൻ ഇളക്കി കാണുമെന്നുള്ള അസംഷൻ. ഇളക്കിയിട്ടുണ്ടെങ്കിൽ അന്നേരം ഇതിൻ്റെ സത്യം പറഞ്ഞത് ഇവിടെ തന്നെ പിടിച്ചിരിക്കേണ്ടതാണ്. ബട്ട് സം ടൈംസ് അതവിടെ ഇരിക്കത്തില്ല. 3 അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇളക്കാനായിട്ട് നോക്കിയാൽ പറ്റില്ല. ആൻഡ് വി നീഡ് ടു ബി കെയർഫുൾ അബൌട്ട് ദിസ് തിങ്. നല്ല ഫ്രജൈലാണ്. ഞാനിപ്പോൾ മാറ്റി. കഴിഞ്ഞ വേണം എയർ ഫിൽറ്റർ ഞാനൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തപ്പോഴത്തേക്കും അറിയാം ഇതിലൊന്ന് കൈതട്ടി ഇത് വിളച്ച് പൊട്ടി. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പാൻഷൻ ടാങ്കിൻ്റെ റിട്ടേൺ വാൽവാണ്. അപ്പോൾ റിട്ടേൺ ഹോസാണ്, അതങ്ങ് പൊട്ടി. അങ്ങനെ അതിൻ്റെ കാര്യത്തിൽ ഉദാഹരണം. ഓക്കെ, ഇത് ഫുള്ളായിട്ട് ഇളക്കി മാറ്റണം എന്നില്ല. ഇതൊന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. പക്ഷേ അപ്പോഴാണ് ബാക്കിൽ നിന്ന് ഈ ക്ലിപ്പൂരി പോകുന്ന പണി കിട്ടിയത്. യെസ്, ഇത് ഇളകി താഴെ പോയി കഴിഞ്ഞാൽ സീനാണ്. തറയെ ഇടത്തുമില്ല, കറക്റ്റ് ഫ്ലോർ ബോർഡിൽ പോയി കിടക്കും. ബാക്കി 2 അമ്മമാർ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഈ കാണുന്നതാണ് മാഫ് സെൻസർ. എത്രമാത്രം എയർ ഉള്ളിലോട്ട് പോകുന്നുണ്ടോ എന്ന് സെൻസ് ചെയ്യാനുള്ള സാധനം. എത്ര എയർ കയറുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് ഫ്യൂവൽ ആഡ് ചെയ്യുന്നത്. കുറച്ചൊന്ന് അവന്മാരെ റീഅറേഞ്ച് ചെയ്ത് വെച്ചാലേ അത് ക്ലീനായിട്ട് ഇളകി വരുള്ളൂ. ഇളക്കണമെന്ന് ആക്ച്വലി നിർബന്ധമില്ല. അത്രയുള്ള പരിപാടി. സോ തീരെ മോശം കണ്ടീഷനല്ല, പക്ഷേ ഇത് കാണുന്നുണ്ടോയെന്നറിയില്ല. കുറച്ച് പൊടിയുണ്ട്, ഇനി ഓടും. ബട്ട് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തിടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഐ തിങ്ക് ഇതിലിടയ്ക്ക് എവിടെയോ കീറിയിട്ടുമുണ്ട്. ചെറിയൊരു അതൊന്നും പ്രോബ്ലം ഉള്ളതല്ല. വിൽ ഗെറ്റ് ദ ജോബ് ഡൺ. ബട്ട് സോ ലെറ്റ്സ് ഗെറ്റ് ദി BMC ഔട്ട്. എന്നാൽ ഞാൻ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് നോക്കി. ഈശ്വര, സെയിം സൈസ് ആയിരിക്കണേ. അപ്പോൾ ഇതാണ് സാധനം. സോ ആസ് യു ക്യാൻ സി, ഫ്രീ ഫ്ലോയിങ് ആണെന്ന് പറയാൻ ഉള്ളൊരു റീസൺ, ഇതിൽ റൈറ്റ് സൈഡിൽ ഇത്രയും അടുപ്പിച്ച് പേപ്പർ ഗ്രൂസ് ആണ്. ഇതിൽ പക്ഷേ കണ്ടോ, ഇടയ്ക്ക് അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് സെയിങ് ദാറ്റ് ഇതിൻ്റെ ഫിൽട്രേഷൻ എഫിഷ്യൻസി കുറവാണെന്നല്ല, ഇറ്റ്സ് ജസ്റ്റ് മോർ ഫ്രീ ഫ്ലോയിങ്. പേപ്പർ ആകുമ്പോഴത്തേക്കും അതിന് ഒരു സ്ട്രക്ചറൽ റിജിഡിറ്റി കിട്ടാൻ വേണ്ടി ഇത്രയും അടുപ്പിച്ച് ഇത് വെക്കണം. എന്നാൽ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ തന്നെ ഉണ്ടോ ഇങ്ങനെ ഫ്ലെക്സ് ചെയ്ത് വരുന്നുണ്ടോ. അപ്പോൾ
അതീ കാണുന്ന പോലെ ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം എന്നാണെങ്കിൽ ഇത് ഫ്ലെക്സ് ചെയ്ത് മടങ്ങി ബാക്കിൽ പോകും, എന്നിട്ട് കീറി പോകും. കാരണം അത്രയ്ക്ക് പ്രഷർ, ഇത് ടെർബോ അല്ലേ, അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഇവിടെ നിന്ന് പുള്ളി വരുമ്പോഴത്തേക്കും പേപ്പറെല്ലാം കൂടെ കൊളാപ്സ് ചെയ്ത് നിൽക്കും. പേപ്പർ കൊളാപ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കട്ടിക്ക് വെക്കുന്നത്. ഓൾറെഡി നമുക്ക് കാണാം, ഇതിപ്പോൾ ചെറിയ ഈർപ്പം തട്ടുമ്പോഴേക്കാണ് ഇതിങ്ങനെ പേപ്പർ ഡിഫോം ആയി വരുന്നത്. ബട്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ. പിന്നെ ഈ പറഞ്ഞ സെയിം സ്ട്രക്ചറൽ റിജിഡിറ്റി കിട്ടാൻ വേണ്ടി, അതായത് ഇത് മടങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നത്. സോ ഇത് എല്ലാം ഇങ്ങനെ ഒന്നിച്ച് തന്നെ ഇരിക്കാൻ വേണ്ടി. ഇതിപ്പോൾ പഴയതായതുകൊണ്ടാണ് ഇങ്ങനെ ആയത്, കട്ടായൊക്കെ പോയി. സോ പിന്നെ ഇതിൻ്റെ ഉള്ളിലും ഇപ്പോൾ പേപ്പറിൻ്റെ തിക്നെസ് മാത്രമല്ല ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിൻ്റെ ഇടയിൽ ഒരു കട്ടിയുള്ള ഗമ്മല്ല, കറക്റ്റ് മെറ്റീരിയൽ എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു പേപ്പറിന് സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടി ഇവിടെ എഡ്ജിൽ മാത്രം കൊടുത്തിട്ടുള്ളൂ. ആൻഡ് ഓൾസോ നമുക്ക് സർഫസ് ഏരിയ കൂട്ടാനൂടെ വേണ്ടിയിട്ടാണ് ഇത്രയും നമ്പർ ഓഫ് പ്ലീറ്റ്സ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ സർഫസ് ഏരിയ കൂടുമ്പോഴത്തേക്കും നമുക്ക് ഫിൽട്രേഷൻ ചെയ്യാനുള്ള ഏരിയ ഓൾസോ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അന്നേരം അത്രയും ഒരു റെസ്ട്രിക്ഷൻ നമ്മളതിൽ ആഡ് ചെയ്യും. ആൻഡ് ദെയർ കംസ് ഒരു എക്സ്പെൻസീവ് BMCs ആൻഡ് അത് പെർഫോമൻസ് ഫിൽറ്റേഴ്സ്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഗ്യാപ്പിലാണ് നമുക്ക് ഈ ഒരു ഗ്രൂസ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ റിജിഡിറ്റി കിട്ടാൻ വേണ്ടി ഈ ഓരോ ഗ്രൂസിലും കാണാം ഒരു സ്റ്റീൽ ബ്രേഡിംഗ് ആണെന്ന് തോന്നുന്നു. ഞാൻ ഇന്നലെ ഓണസ്മാനിൽ നോക്കിയപ്പോൾ കണ്ടായിരുന്നു, ബ്രേഡറാണ്, ഇതിൽ കമ്പിയാണ് ഇത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല റിജിഡിറ്റി ഉണ്ട്. ഇങ്ങനെ ഫ്ലെക്സ് ചെയ്യുമെങ്കിൽ അതൊരിക്കലും ഉള്ളിലോട്ട് പോകത്തില്ല. രണ്ട് സൈഡിലും സ്റ്റീലാണ് ആൻഡ് അതിനകത്ത് കോട്ടൺ ഗോസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫിൽട്രേഷൻ എഫിഷ്യൻസി ഉണ്ട്, റിജിഡിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് എയർ നിർത്താൻ പറ്റും. അതാണ് ഇതിൻ്റെ പരിപാടി. ആൻഡ് ഈ ഒരു ഗോസ് ഇങ്ങനെ ഉണ്ടാക്കി ഈ ഒരു കൺസ്ട്രക്ഷനാണ് ഇത്രയും ക്യാഷ് ആവുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദി ഇൻസ്റ്റലേഷൻ. ഇപ്പോൾ ഇവിടെ അടിക്കുന്ന പൊടിയൊന്നും ഇതിനൊരു മാറ്ററേ അല്ല. കാരണം ഇത് പറയാതെ ഊരി വന്നതാണ്. എങ്ങാണത് വേണ്ടിയിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം പോയി കിട്ടിയേനെ. അപ്പോൾ ഇതിനകത്തൊക്കെ അത്യാവശ്യം നല്ല പൊടിയുണ്ട്. ബട്ട് ഈ പൊടിയൊന്നൊരു പ്രശ്നമല്ല. കാരണം എന്തായാലും അപ്സൈഡ് മുകളിലേക്കാണ് ഫ്രഷ് എയർ പോകട്ടെ. താഴെ എന്തായാലും ഈ എയറൊക്കെ തന്നെയാണ് വരാനുള്ളത്. ഈ മണ്ണും പൊടിയൊന്നും ഇതിൻ്റെ ഒരു മാറ്ററല്ല. എന്തായാലും ഞാൻ പറ്റുന്ന പോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എയർ ബോക്സിനകത്ത് വെള്ളം കയറി എന്ത് സംഭവിക്കും എന്നുള്ളതിന് ഉത്തരവാണ്. അതിനകത്ത് ചെറിയൊരു ഹോളുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്തുള്ള പൊടി ആക്ച്വലി ആ ഹോളിൽ കൂടെ തന്നെ പുറത്തോട്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. ഹോപ്പ് യു ക്യാൻ സീ ദാറ്റ്. ദാറ്റ് ഷുഡ് ബി ഇനഫ്. ഞാനതിൽ അധികം സ്ട്രെയിൻ ചെയ്യുന്നില്ല. കാരണം ബാക്കിൽ ഈ കേബിളും പിന്നെ നമ്മുടെ ഇൻടേക്ക് ഹോസും എല്ലാം കണക്റ്റഡായി കിടക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ പ്രഷർ കൊടുക്കുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടി സെറ്റ് ചെയ്തിട്ട് ഓഫീസിൽ പോവാം. ഇന്ന് വലിയ ട്രാഫിക് ഇല്ലെങ്കിൽ ഞാൻ കാറിൽ തന്നെ ഓഫീസിൽ പോകുമെന്ന് വിചാരിക്കുന്നു. ഈസി ഫിറ്റ്, കം ഓൺ, ബി ആൻ ഈസി ഫിറ്റ്. ഓക്കെ, മേ ബി നോട്ട് സൈസൊക്കെയാണ്, ബട്ട് ഈസി ഫിറ്റ് അല്ല. ഞാൻ ആദ്യമായിട്ട് എയർ ഫിൽട്ടർ ഈ കാറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ദിവസം എൻ്റെ പിളകിയായിരുന്നു. BMC പോലത്തെ ഫിൽറ്റേഴ്സിലെ ഫിൽട്രേഷൻ എഫിഷ്യൻസി കൂടാനായിട്ട് കോട്ടൺ ഗോസാണ് യൂസ് ചെയ്യുന്നത്. അത് പക്ഷേ ഓയിൽഡാണ്. അപ്പോൾ അതിലൊരു റെഡ് കളർ കാണുന്ന ആക്ച്വലി ഇവരുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഓയിലാണ്. ഓയിൽ ആ ഡസ്റ്റിനെ കുറച്ചുകൂടെ പിടിച്ചു നിർത്തും. ദെയർബൈ നമുക്ക് കോട്ടൻ്റെ കട്ടി കൂട്ടാതെ തന്നെ ഫിൽട്രേഷൻ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. ആൻഡ് ഓൾസോ സെയിം റീസൺ കാണുന്നത് നമുക്കിത് റീജനറേറ്റ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ എനിക്കിത് ഇളക്കി കാണിക്കാം, പക്ഷേ അൺനെസസറിലി ഞാൻ അപ്പുറത്ത് ഉള്ള സീലും കാര്യങ്ങളെല്ലാം പ്രഷർ എടുക്കേണ്ടി വരും. സീറ്റഡാണ്, അത്യാവശ്യം കാണാൻ പറ്റുമെന്നറിയില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഈ കാണുന്ന പൈപ്പ്, ഓക്കെ, അതിവിടെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ഡക്റ്റ് പോലെ. ഇത് എൻ്റെ വിരൽ കാണാമെന്ന് വിചാരിക്കുന്നു. ഇതൊരു ഡക്റ്റാണ്, ഫിക്സ്ഡ് ആണ്. ഇത് നമ്മുടെ താഴെ ഇരിക്കുന്ന ഇപ്പോൾ നമ്മൾ ഫിൽറ്റർ ഫിറ്റ് ചെയ്ത പീസാണ്. അതിലോട്ട് ജസ്റ്റ് എടുത്ത് ഇങ്ങനെ വെച്ചാൽ മാത്രമേ, അവിടെ ഇങ്ങനെ ടൈറ്റ് കണക്ഷനൊന്നുമില്ല. ആ ഡക്റ്റ് ഫ്രണ്ടിലോട്ട് വന്ന് ഈ ഒരു പോർഷൻ ആണ് എയർ ഇൻടേക്ക് ചെയ്യുന്നത്. അവിടെ ഹെഡ്ലൈറ്റൊക്കെയാണ്, പക്ഷേ അവിടെ നിന്ന് ചെയ്യുന്നത്. കാരണം വെള്ളം ഒന്ന് അടിച്ച് കയറിയാക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു കവേർഡായിട്ടുള്ള പോർഷനൊന്ന് സക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത്.
ക്യാൻ സീ ദ ഡക്റ്റ് ഗോയിങ് ഇൻ ത്രൂ ഹിയർ. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പോർഷൻ അങ്ങോട്ട് ഡാപ്പ് ചെയ്യാം. കറക്റ്റ് എക്സാക്റ്റ് എവിടെ നിന്ന് വലിക്കുന്നത് എനിക്കറിയില്ല, ബമ്പർ ഇളക്കിയപ്പോൾ ഞാൻ നോക്കിയിട്ടില്ല. ബട്ട് യാ, സോ പെട്ടെന്ന് ഫിറ്റ് ചെയ്തിട്ട് അവസ്ഥ പോവാം. അങ്ങനെ എല്ലാവരും സെറ്റായി. ജസ്റ്റ് പ്രസ് ചെയ്തെന്ന് വെച്ചാൽ മതി. ജസ്റ്റ് സ്കൂപ്പ് ഇറ്റ് ഇൻസൈഡ്. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ഇൻസ്റ്റലേഷനായി. ഇത് ഇന്ന് വരെ കംപ്ലീറ്റ്ലി ഫിറ്റായിട്ടില്ല, എത്രയൊക്കെ പ്രസ് ചെയ്ത് വെച്ചാലും. ദാറ്റ് ഡസൻ റിയലി മാറ്റർ. ഇപ്പുറത്ത് ഇത് ഫിറ്റ് ചെയ്യണം. ടവർ ഉണ്ടായിരുന്നു യൂഷ്വലി. ഓക്കെ, ഓൾറെഡി ഫിറ്റാണ്. സോ യാ, അത്രേ ഉള്ളൂ സംഭവം. ലൈക്ക് ഇവിടെ ചെറിയ എലിശല്യമുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ. അതിനകത്ത് ഞാനൊരു പ്ലാസ്റ്റിക് കവർ കാണുന്നുണ്ട്. നോ വേ ഇറ്റ് റീച്ച് ദെയർ ഓൺ ഇറ്റ്സ് ഓൺ. യാ, കുറച്ചുകൂടെ ഇങ്ങനൊരു കവർ ഒരിക്കലും തന്നെത്താൻ ഇടത്തില്ല. അപ്പോൾ അകത്ത് എലിയുണ്ട്. ഈശ്വര, എന്നാണ് ഇനി പണി കിട്ടുന്നതെന്ന് അറിയില്ല. സ്റ്റാർട്ട് ദി എൻജിൻ. ഓ, ചെറിയൊരു കഥപ്പുണ്ടായിരുന്നു വരാനായിട്ട്. ഇവിടെയാ എൻജിൻ റൺസ് ഫൈൻ. കുറച്ച് നേരം നോടട്ടെ. ഓക്കെ, ഇൻ ദ മീൻ ടൈം yes, everything sounds nice. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ ദാറ്റ് വാസ് ഇറ്റ്. BMC എയർ ഫിൽറ്റർ ഇൻസ്റ്റലേഷൻ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്, ആർക്കും വേണം സ്വന്തമായിട്ട് ചെയ്യാം. ഈവൻ ടൂൾസ് പോലും വേണ്ട. ആസ് യു ക്യാൻ സീ, ജസ്റ്റ് കൈവച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ക്ലിപ്സിലൊക്കെ കട്ടിക്കയറ്റുക, അത്ര പരിപാടിയേ ഉള്ളൂ. ഒരു ടൂൾ പോലും വേണ്ട. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ഇടുക. അതിൻ്റെ ഡ്രൈവിൻ്റെ വീഡിയോ വ്യത്യാസം വീഡിയോയിൽ എന്തായാലും കാണാൻ പറ്റില്ല, എങ്കിലും ഞാൻ ഡ്രൈവിൻ്റെ ഒരു വീഡിയോ എടുക്കാം. ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഒന്ന് ഡ്രൈവ് നോക്കാം, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന് നോക്കിയിട്ട് പറയാം. ഓക്കെ, so that was it. Thank you everyone for watching, and that was a short story long.